ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പഴയ ഒരു കുർത്തി, ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ഒരു കുർത്തിയാണേ. അപ്പോൾ ആ കുർത്തിയിൽ നമ്മളൊരു ഹാൻഡ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് പോർഷൻ വരെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ അവിടുന്ന് 14 ഇഞ്ച് താഴെ വേസ്റ്റ് പോർഷൻ വരെ നമ്മൾ ഹാൻഡ് വർക്ക് കൊടുക്കുന്നുണ്ട്. ഇതാദ്യം ഒരു സ്ക്വയർ രൂപത്തിൽ നമ്മൾ വരച്ചിട്ട് നമ്മൾ ആം ഹോൾ കർവ് വെച്ചോ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യാവുന്ന മാതിരി ഇതേപോലെ ഇങ്ങനെ റൗണ്ട് പോലെ ഒന്ന് ഷേപ്പ് ചെയ്യുക. സ്ക്വയർ വരച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. എന്നിട്ട് അതിനകത്തിൽ ലീഫും കട്ട് ബീഡ്സും കൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ വർക്കിലേക്ക് പോകാം. നമ്മൾ ഈ ലൈൻ എല്ലാം ചെയ്തേക്കുന്നത് നമ്മൾ കട്ട് ബീഡ്സിലാണ്. പിന്നെ ആണെങ്കിൽ കട്ട് ബീഡ്സിൽ ഈ ലീഫ് ചെയ്യുന്നതും കട്ട് ബീഡ്സിൽ, പിന്നെ നമ്മൾ ഈ വട്ടം വരച്ചേക്കുന്നത് നമ്മൾ വൈറ്റ് കളർ മുത്തിലാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു കട്ട് ബീഡ്സ് കൊണ്ട് ഒരു ലൈൻ ഒന്ന് ചെയ്ത് കാണിക്കാം. നമ്മളിങ്ങനെ കുത്തിയെടുത്തു, തോട്ട് കുത്തി ഇറക്കി, എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി നമ്മൾ ഒരു കുത്തും കൂടെ കുത്തി കട്ട് ബീഡ്സ് നീഡിലയിൽ കുത്തി ഇറക്കിയിട്ട് അതിനൊപ്പം നമ്മൾ കൊണ്ട് കുത്തിയെടുക്കും. അങ്ങനെ നമ്മൾ ഈ ലൈന് മൊത്തം അങ്ങനെ ചെയ്യണേ. നമ്മൾ ഇതേപോലെ കട്ട് ബീഡ്സിൽ ഈ ലൈൻ ഫുള്ളായി ചെയ്യണേ. ഫുള്ളായി നമ്മൾ ഇതേപോലെ കട്ട് ബീഡ്സിൽ ചെയ്യണം. അതേപോലെ നമ്മൾ ഈ കൊടുത്തേക്കുന്ന ഈ ലൈനും ഇതേപോലെ കട്ട് ബീഡ്സിൽ ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ലീഫ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കിനി ലീഫ് ചെയ്യാമേ. ആദ്യം ലീഫിൻ്റെ താഴ്വശത്ത് സൂചി കുത്തിയെടുത്തു. ഇനി എന്നിട്ട് മൂന്ന് കട്ട് ബീഡ്സ് കോർത്തിട്ട് നമ്മൾ ഈ ലീഫ് വരച്ചതിൻ്റെ ഷേപ്പിൽ അത് 3 ബീഡ്സിൻ്റെ അറ്റത്ത് കുത്തി നിർത്തിയിട്ട് നമ്മുടെ ഈ ബീഡ്സിൻ്റെ ആദ്യം നമ്മൾ കുത്തിയെടുത്ത് 2 ബീഡ്സിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് കുത്തിയെടുത്തിട്ട് പിന്നെയും 3 കട്ട് ബീഡ്സ് കോർത്തിട്ട് മുകളിലോട്ട് തന്നെ കൊണ്ട് കുത്തി ഇറക്കിയിട്ട് പിന്നെ നമ്മൾ അടുത്ത സെൻറ്ററിൽ കുത്തിയെടുത്തിട്ട് 3 കട്ട് ബീഡ്സ് എന്നിട്ട് ഇങ്ങനെ കുത്തി നിർത്താം. അങ്ങനെ ഇതേപോലെ നമ്മളെല്ലാ ഇലകളും ചെയ്തെടുക്കണേ. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് കാണിക്കാം. നമ്മൾ ചെയ്യാനുള്ളത് ഈ പേൾസാണ്. ആദ്യം ഇതേപോലെ കട്ട് ബീഡ്സ് മേലോട്ട് ചെയ്യുക, എന്നിട്ട് ഒരു പേൾ വെക്കുക, പിന്നെയും കട്ട് ബീഡ്സ് ചെയ്യുക, പിന്നെ പേൾ വെക്കുക. അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഈ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഒരു സൈഡിലത്തെ നമ്മുടെ ആ ലൈൻ മുഴുവൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ റൗണ്ട് മുഴുവൻ നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്ലെയിൻ കുർത്തിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മുടെ കയ്യിലൊരു പ്ലെയിൻ കുർത്തി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് കട്ട് ബീഡ്സും പിന്നെ പേളും ഉണ്ടെങ്കിൽ നമുക്കും ചെയ്യാമേ ഇതേപോലെ. അപ്പോൾ യോക്കിൽ പിന്നെ ഷോൾഡർ തൊട്ട് പിന്നെ വേസ്റ്റ് ഭാഗം വരെ നമുക്ക് നല്ല ഫുള്ളി വർക്കഡായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒരു കുർത്തി ഡിസൈൻ ചെയ്യാൻ പറ്റുമേ.
കുറച്ച് സമയവും നമുക്ക് നല്ല ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ഇതേപോലൊരു കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ നിങ്ങളുടെ കമൻസും ഒന്ന് പറയണേ. താങ്ക് യു.